രുചിക്കൂട്ട്. ഒരു മെയിൻ വിഭവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ചേരുന്ന തരത്തിലുള്ള ചമ്മന്തി, അച്ചാറ്, സാലഡ് ഇതൊക്കെയാണല്ലോ നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇന്ന് നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മെയിൻ ഡിഷിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ, അതല്ലെങ്കിൽ കുറച്ച് നല്ല ഫ്രഷായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്താൽ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പ്, ഒന്ന് മുക്കി കഴിക്കാനുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സോസ് രൂപത്തിലുള്ളവ 2-3 വിഭവങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 50 ഗ്രാം വെണ്ണ ഇടുക. ഉപ്പ് ഉള്ളതായാലും കുഴപ്പമില്ല, ഉപ്പ് ഇല്ലാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 50 ഗ്രാം വെണ്ണ ഇടുക. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഇടാം. ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ അത് ബ്രൗൺ ഷുഗർ എന്ന പേരിൽ കടയിൽ വാങ്ങാൻ കിട്ടും. ഇതല്ലെങ്കിൽ പഞ്ചസാരയും കുറച്ച് ശർക്കരയും കൂടി മിക്സ് ചെയ്തെടുക്കുകയും ആവാം. അതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേനിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ അതൊന്ന് കുറുകാൻ വയ്ക്കുക. അവസാനമായിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം, അത് പല കമ്പനികളുടെയും ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്, അതും കൂടി നമുക്കിതിലേക്കൊന്ന് യോജിപ്പിക്കാം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. അവസാനമായിട്ട് ഒരു കാര്യം ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് വിനീഗറും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതൊരു നല്ല തിക്കായിട്ടുള്ള ഒരു സോസാകും. ഇനി അതിന് കുറച്ചും കൂടി രുചി കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ 1-2 തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർക്കാം. അതല്ലെങ്കിൽ വാനിലയുടെ എസൻസും ചേർക്കാം. ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സോസാണ്. പൈനാപ്പിൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സോസ് ഉണ്ടാക്കാം. കോൺഫ്ലോർ എന്ന് പറഞ്ഞ് കടയിൽ വാങ്ങാൻ കിട്ടും. 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കുക, തുല്യ അളവിൽ. അതവിടെ മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് ഒരു പൈനാപ്പിളിൻ്റെ ഒരു 3/2 അത്, അതുപോലെ തന്നെ കുറച്ച് വിനീഗർ, അതുപോലെ ഒരു കപ്പിൻ്റെ 1/3 കപ്പ് ബ്രൗൺ ഷുഗർ, ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോയുടെ കെച്ചപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സോയാ സോസാണ്. കുറച്ച് 1 ടേബിൾ സ്പൂണോളം മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് ചേർക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ച് ഒരു സോസിൻ്റെ പരുവത്തിൽ തിക്കായിട്ടൊക്കെ കുറുകി വരുമ്പോൾ നമുക്ക് ഒരു ഡിപ്പായിട്ട് ഉപയോഗിക്കാം. ബട്ടർ സ്കോച്ചിൻ്റെയും പൈനാപ്പിളിൻ്റെയും ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഓറഞ്ച് കൊണ്ട് ഒരു സോസ് ഉണ്ടാക്കാം. ഒരു ടീസ്പൂണോളം എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് നമുക്കൊരു 1/3 കപ്പ് വെള്ളവും ചേർക്കാം. നന്നായിട്ട് ഇളക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കാം. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഒരു കപ്പിൻ്റെ 1/3 ഭാഗം ബ്രൗൺ ഷുഗർ ചേർക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും 1/4 കപ്പ് സോയാ സോസും കൂടി ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഫ്ലോറും കൂടി കലക്കി ഇതിലേക്ക് ഒഴിച്ചാൽ അതൊന്ന് കുറുകി വരും. കുറുകി വന്നു കഴിഞ്ഞാൽ അത് സോസിൻ്റെ പരുവമാകുമ്പോൾ വാങ്ങി വയ്ക്കാം. ഇതെല്ലാം നമ്മൾക്ക് തയ്യാറാക്കിയതിന് ശേഷം കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിച്ചാൽ മതി. രുചിക്കൂട്ട്. നിർവഹണം ലീന.